പുതിയുഗ കേരളം സൃഷ്ടിക്കുമെന്ന പ്രഖ്യാപനത്തോടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച 2026-27 പുതുക്കിയ സംസ്ഥാന ബജറ്റ് വിസ്മയങ്ങളൊന്നും നൽകിയില്ല. ധനകാര്യ വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് നേരത്തെ വിസ്മയങ്ങൾ വാഗ്ദാനം ചെയ്തത്. അത് നൽകാത്തതിന് അദ്ദേഹം ഒരു വിശദീകരണവും നൽകിയില്ല. സർക്കാർ ജീവനക്കാർക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ വിസ്മയ വാഗ്ദാനം. ശമ്പള പരിഷ്കരണം, DA കുടിശ്ശിക തുടങ്ങി പലതും പ്രതീക്ഷിച്ചിരുന്നു. ഫലം എല്ലാവർക്കും നിരാശ. എന്തുകൊണ്ട് വിസ്മയം ഉണ്ടായില്ല എന്നതിന് തുടക്കം മുതൽ ഒടുക്കം വരെ സതീശന്റെ കന്നി ബജറ്റ് പ്രസംഗത്തിൽ ഉത്തരവുമുണ്ട്. വരുമാനം വേണ്ടത്രയില്ല. അതിനാൽ ഇന്ദിരാ ഗ്യാരണ്ടികൾ അടക്കം ഒന്നും ഈ ബജറ്റിൽ നടപ്പിലാക്കുന്നില്ല. ഗണ്യമായ പണച്ചെലവുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ല എന്നതാകാം മുഖ്യമന്ത്രി ഉദ്ദേശിച്ച വിസ്മയം എന്ന് തന്നെ സംശയിക്കണം. സദ്ഭരണവും സഹാനുഭൂതിയും എന്ന പ്രമേയത്തിലൂന്നിയാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് സതീശൻ പറഞ്ഞത്. അടിസ്ഥാന സൗകര്യ വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയെന്ന നയം യാഥാർത്ഥ്യമാക്കാനാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത്. പക്ഷെ ഇത് നടപ്പിലാക്കാൻ വേണ്ടത്ര പണമില്ല. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടമാണിതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ പ്രതീക്ഷിച്ച കേന്ദ്ര വിഹിതത്തിൽ 20,500 കോടി രൂപയുടെ കുറവുണ്ടായി. 16ാം ധനകാര്യ കമ്മീഷന്റെ അവാർഡ് പ്രകാരമാണ് കുറവ് വന്നത്. ഈ കുറവ് മൂലം പദ്ധതി ചെലവ് 5,000 കോടി രൂപ കണ്ടു കുറയ്ക്കേണ്ടി വന്നു. വരാനിരിക്കുന്ന ശമ്പള പരിഷ്കരണം സംസ്ഥാനത്തിന്റെ കടബാധ്യത വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പക്ഷേ ശമ്പള പരിഷ്കാരം എപ്പോഴെന്ന് പറഞ്ഞിട്ടില്ല. ലീവ് സറണ്ടറിലും പെൻഷൻ പദ്ധതിയിലും പഠനങ്ങൾക്ക് ശേഷം തീരുമാനമെന്നാണ് പറയുന്നത്. DA DR കുടിശ്ശികയില്ലാതെ നൽകുമെന്നും അറിയിച്ചു. കിഫ്ബി പുനഃസംഘടന, അധിക വിഭവ സമാഹരണം, നികുതി ചോർച്ച തടയൽ, കുടിശ്ശിക പിരിച്ചെടുക്കൽ, ചെലവ് ചുരുക്കൽ എന്നിവയ്ക്ക് ബജറ്റിൽ മുൻഗണന നൽകുന്നുണ്ട്. എങ്കിലും കനത്ത നികുതികളില്ല. വില കുറച്ചു കാണിച്ച ആധാരങ്ങളുടെ കേസുകൾ ഒറ്റത്തവണ തീർപ്പാക്കൽ, പ്രളയ സെസ്സിന്റെയും GSTയുടെയും പഴയ കേസുകൾ ആംനസ്റ്റി സ്കീം വഴി തീർപ്പാക്കൽ എന്നിവയ്ക്ക് പുറമെ മദ്യനികുതിയിൽ അഴിച്ചുപണി നടത്തിയും വരുമാനം കൂട്ടും. മദ്യത്തിന്റെ വീര്യമനുസരിച്ചാകും നികുതി. പരമാവധി നികുതി 150%. സ്വകാര്യ ബസ്സുകളുടെ ത്രൈമാസ നികുതി പകുതിയാക്കിയത് ബസ് ഉടമകൾക്ക് വലിയ ആശ്വാസമാകും. ഒപ്പം പ്രിയദർശിനി സൗജന്യ യാത്രയോട് സ്വകാര്യ ബസ് മേഖലയുടെ എതിർപ്പും കുറയും. ടൂറിസ്റ്റ് ബസ്സുകൾക്കും ട്രെയിലർ ലോറികൾക്കും നികുതി കുറച്ചപ്പോൾ വില കുറഞ്ഞ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കുറയ്ക്കുകയും വില കൂടിയവയ്ക്ക് നികുതി കൂട്ടുകയും ചെയ്തു. വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്ന യുവാക്കളെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനും അവരുടെ കഴിവുകൾ ഇവിടെ പ്രയോജനപ്പെടുത്താനുമുള്ള വിപുലമായ പദ്ധതികൾ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്ന് കേരളത്തിന്റെ മാരിടൈം സമ്പദ് വ്യവസ്ഥയെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. കേരളത്തിന്റെ തീരദേശം, തുറമുഖങ്ങൾ, മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ട് മിഷൻ സമുദ്ര എന്ന ബൃഹത് പദ്ധതി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. റോഡ്, സമുദ്രം, ഉൾനാടൻ ജലപാതകൾ എന്നിവയെ കോർത്തിണക്കിയുള്ള വികസനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിക്കായും 400 കോടി രൂപ വകയിരുത്തി. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുമെന്നും വിഴിഞ്ഞത്ത് കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് തീരദേശവാസികൾക്ക് വലിയ ഗുണം ചെയ്യും. കൂടാതെ കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും കേരള മാരിടൈം പോളിസി രൂപീകരിക്കുകയും ചെയ്യും. മാരിടൈം മ്യൂസിയത്തിനായി 50 കോടി രൂപയും ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. റബ്ബർ താങ്ങുവില 50 രൂപ വർദ്ധിപ്പിച്ച് 250 രൂപയാക്കിയത് റബ്ബർ മേഖലയ്ക്ക് ആശ്വാസമാക്കും. ഇപ്പോൾ റബ്ബർ വില 276 രൂപയാണ്. UDF പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളായിരുന്ന ക്ഷേമ പെൻഷൻ 2000 രൂപയിൽ നിന്ന് 3000 രൂപയാക്കി ഉയർത്തൽ, കോളേജിൽ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ സ്കോളർഷിപ്പ്, യുവ സംരംഭകർക്ക് പലിശരഹിത വായ്പ എന്നിവയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും നടപ്പാക്കൽ പഠിക്കാൻ 10 കോടി വകയിരുത്തിയതേയുള്ളൂ. മലപ്പുറം ജില്ലാ വിഭജനമടക്കം പുതിയ ജില്ലാ, താലൂക്ക് ആവശ്യങ്ങൾ പഠിക്കാൻ കമ്മീഷനെ വെക്കുമെന്ന പ്രഖ്യാപനം പല വിവാദങ്ങൾക്കും കുറെ കാലത്തേക്ക് പരിഹാരമാകും.